ഗ്രീൻ ഡൈൻ റെസ്റ്റോ, വൺ ഓഫ് ദ പ്രീമിയം മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഇൻ മുണ്ടക്കയം. കാഞ്ഞിരപ്പള്ളിക്കും മുണ്ടക്കയത്തിന് ഇടയ്ക്കാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ആംബിയൻസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ ഡൈനിങ് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം ക്ലീൻ ആയിരുന്നു കേട്ടോ. പിന്നെ വാഷ്റൂമൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് ഫുഡിന് ഓർഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ബ്രൗഷറൊക്കെ കിട്ടി. അപ്പോൾ അവിടെ മേളിൽ തന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഡീറ്റെയിൽസാണിത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക, വിളിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ നീണ്ട കാത്തിരിപ്പിൽ അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. മഴയുള്ളപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മുടെ തളി മീൽസ് എത്തി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഫിഷ് ഫ്രൈ. ഈ ഫിഷിൻ്റെ പേരൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടായിരുന്നു, ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു, ബീട്രൂട്ടിൻ്റെ അച്ചാർ, തേങ്ങാ ചമ്മന്തി, മോര് കാച്ചിയതുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ തൈര് ഒഴിച്ച് വെച്ച് വേറെ എന്തോ കറി, വെണ്ടയ്ക്ക കറി, ഉള്ളിത്തീയൽ, പിന്നെ മോര് കൂട്ടാൻ, പുളിശ്ശേരി പോലെ അങ്ങനെ എന്തോ ആയിരുന്നു അത്, എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് ഓരോ കറിയായിട്ട് കഴിച്ചു തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സാമ്പാർ എടുത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാമോ? അപ്പോൾ സാമ്പാർ ടേസ്റ്റ് ചെയ്യാൻ നോക്കുക. സാമ്പാർ എടുത്ത് ഒഴിക്കാൻ പോവാം. നമുക്ക് ആദ്യം തന്നെ സാമ്പാർ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാമ്പാർ നോക്കണ്ടേ? നല്ല കട്ടിയൊക്കെ ഉള്ള സാമ്പാറായിരുന്നേ, വെള്ളം പോലെയുള്ള സാമ്പാറൊന്നും അല്ലായിരുന്നു. അപ്പോൾ സാമ്പാർ ഒഴിച്ചൊന്ന് കഴിച്ച് നോക്കാം. ആ സമയത്ത് നമുക്കവിടെ മീൻകറി വന്നിട്ടുണ്ട്, മാങ്ങയിട്ട മീൻകറി. അപ്പോൾ അത് വന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ടേക്കൊന്ന് ശ്രദ്ധ പോയതാണ്. അപ്പോൾ സാമ്പാർ കൂട്ടി കഴിച്ച് നോക്കിയപ്പോൾ നോർമലി ഒരു സാമ്പാർ. പിന്നെ കോവയ്ക്ക കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. കോവയ്ക്ക ഒരു സ്പൂണൊക്കെ ഉണ്ടാകും, വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ തരും. അപ്പോൾ കോവയ്ക്ക കൂട്ടി കഴിച്ച് നോക്കി ഒരു ഓക്കെ അത്രേ ഉള്ളൂ. ചമ്മന്തി കൂട്ടി കഴിച്ച് നോക്കി. അല്ല, ഒരു നോർമൽ. പിന്നെ ആ തൈര് ഒഴിച്ചൊരു കറി ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ച് നോക്കി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെന്ത് കറിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. പിന്നെ ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബീട്രൂട്ട് എടുത്തത്. പക്ഷേ ബീട്രൂട്ടിൻ്റെ അച്ചാറായിരുന്നു കേട്ടോ. അത് നല്ല അച്ചാറാണ്. എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടമായത് ബീട്രൂട്ടിൻ്റെ അച്ചാറായിരുന്നേ. അതിനുശേഷം പുളിശ്ശേരിയൊക്കെ എടുത്ത് കഴിച്ച് നോക്കി. പിന്നെ നമ്മുടെ മീൻകറി മീൻകറി കുറച്ചെടുത്ത് ബാക്കി കറികളൊക്കെ കൂട്ടി അച്ചാറൊക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി. പക്ഷെ എനിക്ക് മീൻകറി ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നോർമൽ കറിയായിട്ടാണ് തോന്നിയത്. ഭയങ്കര വലിയ സംഭവമായിട്ട് എനിക്ക് മീൻകറീനെ ഞാൻ പ്രതീക്ഷ അത്ര അടിപൊളിയൊന്നും അല്ലായിരുന്നു. നോർമൽ കറി. അങ്ങനെ നമ്മുടെ ഫിഷ് ഫ്രൈയും കൂടി കൂട്ടി കഴിച്ചു. അപ്പം നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഗ്രേവിയൊക്കെ ഇട്ട് പിന്നെ അതിൻ്റെ കൂടെ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ടൊന്ന് കഴിച്ച് നോക്കി. അപ്പോഴും നോർമൽ ഒരു ഫിഷ് ഫ്രൈ, അടിപൊളി കിടിലൻ ഫിഷ് ഫ്രൈ അങ്ങനെ തോന്നില്ല. പിന്നെ മോര് കാച്ചിയതും കൂടി ഒഴിച്ചിട്ടൊന്ന് കഴിച്ച് നോക്കാം. റിവ്യൂ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഊണ് അത്രേ ഉള്ളൂ. അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല. ലാസ്റ്റ് ഫിഷിൻ്റെ അവസ്ഥ ഇതായിരുന്നു. പിന്നെ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഓർഡർ ചെയ്തു. നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് ബില്ലിലായിട്ടുണ്ടായിരുന്നത്. എനിക്കത് കുറച്ചധികം എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.